ഇടശ്ശേരിയുടെ കവിതകൾക്ക് പുതിയൊരു പതിപ്പുണ്ടാവുന്നു എന്നത് എന്നെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത്ഭുതപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രസക്തി കാലം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അനുഭവം. ഇടശ്ശേരി കവിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ തെളിയുന്നത് ആ കവിതയുടെ പ്രവചനാത്മക സ്വഭാവമാണ്. കവി ക്രാന്തദർശിയാണെന്ന ചൊല്ല് ഇടശ്ശേരിക്ക് ഇണങ്ങുന്നതാണ്. അല്ലെങ്കിൽ സാർവത്രികമായ ആധുനികീകരണവും വ്യവസായവൽക്കരണവും പൊതുസമ്മതി ആർജിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 50കളിൽ കുറ്റിപ്പുറം പാലം പോലെ ഒരു കവിത എഴുതാൻ ഇടശ്ശേരിക്ക് കഴിയുമായിരുന്നില്ല. കുറ്റിപ്പുറം പാലത്തിലൂടെ ഇടശ്ശേരി വരാനിരിക്കുന്ന എല്ലാം കണ്ടു. പരിഷ്കാരത്തള്ളിച്ച് പിൻവാങ്ങുന്ന നിഷ്കളങ്കമായ ഗ്രാമീണ സംസ്കൃതിയുടെ ദൈന്യവും വരാൻ പോകുന്ന നാഗരികതയുടെ മുഖമില്ലായ്മയും അശാന്തിയും എല്ലാം ഇടശ്ശേരി ഈ കവിതയിൽ അടയാളപ്പെടുത്തുന്നു. അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായൊരു ഒഴുക്കുചാലായി എന്ന് അദ്ദേഹം കവിതാന്ത്യത്തിൽ കുറിച്ചിട്ടത് ഇന്ന് വായിക്കുമ്പോൾ നാം നടുങ്ങിപ്പോകുന്നു. പുസ്തകങ്ങളിൽ നിന്ന് എന്നതിനേക്കാൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തൻ്റെ പാഠങ്ങൾ പഠിച്ച എഴുത്തുകാരനാണ് ഇടശ്ശേരി. പരുഷമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുക്കടലിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അസാമാന്യമായ ഉൾക്കരുത്തുണ്ടായതിൽ അത്ഭുതമില്ല. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഊറിക്കൂടി വന്ന യാഥാർത്ഥ്യ ബോധമാണ് അദ്ദേഹത്തിനെ സമകാലിക സമസ്യകളെ അഭിമുഖീകരിക്കാൻ ശക്തനാക്കിയത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന് അദ്ദേഹത്തിന് പ്രവാചകസ്വരത്തിൽ തന്നെ എഴുതാൻ കഴിഞ്ഞത് അതിനാലാണ്. ശക്തിയുടെ ഉപാസകനായിരുന്നു ഇടശ്ശേരി. വെല്ലുവിളികളുടെ മുമ്പിൽ ചുളുങ്ങിപ്പോകുന്നതല്ല അദ്ദേഹത്തിൻ്റെ കാവ്യാത്മക വ്യക്തിത്വം. സ്വയം അഹിംസാവാദിയും ഗാന്ധിയനും ഒക്കെയായിരുന്നുവെങ്കിലും ഇടശ്ശേരിയുടെ അഹിംസാ സങ്കല്പം ദൗർബല്യത്തിന്മേൽ പടുത്തുയർത്തിയതായിരുന്നില്ല. പുലി തൻ്റെ നേർക്ക് പാഞ്ഞു വരുമ്പോൾ ബുദ്ധവിഗ്രഹമെടുത്ത് അതിൻ്റെ നേർക്കെറിഞ്ഞ് പ്രാണം രക്ഷിക്കുന്നതിൽ ഇടശ്ശേരി ഒരു അനൗചിത്യവും കാണുന്നില്ല. തീക്ഷ്ണമായ ജീവിത ദുരന്തങ്ങളുടെ കൂരിരുട്ടിൽ പോലും ആ കവിത പ്രത്യാശയുടെ ദീപ്തപ്രഭ കൊണ്ട് പ്രകാശപൂരിതമാവുന്നു. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന സംഘഗാനം അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത് സമഷ്ടിബോധം സൃഷ്ടിക്കുന്ന ഉൾക്കരുത്തുകൊണ്ടാണ്. ഏകദാനമല്ല ഇടശ്ശേരി കവിത. അതിൽ പഴമയും പുതുമയും തമ്മിലും നീതിയും അനീതിയും തമ്മിലും ഒക്കെ ഏറ്റുമുട്ടുന്നതിലെ അന്തസ്സംഘർഷമുണ്ട്. ഇടശ്ശേരി എല്ലാം കണ്ടു. ജപ്തികളും പണിമുടക്കുകളും പട്ടിണിയും മരണവും യുദ്ധവുമെല്ലാം അദ്ദേഹം കാണാതിരുന്നില്ല. അതേ കവി തന്നെ ഓമനത്തം തുളുമ്പുന്ന കൈശോരഭാവത്തെയും സമയമതാലംബയായ കാവിലെ ദേവിയുടെ ദിവ്യഭാവത്തെയും തൻ്റെ ക്യാൻവാസിൽ പകർത്തി. ഇതെല്ലാം കൂടിയതാണ് ഇന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളീയമായ ഗ്രാമീണ സംസ്കൃതിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. രൂക്ഷമായ ജീവിതാനുഭവങ്ങളുടെ ഇടയിലും അദ്ദേഹത്തിന് സഹജമായ നർമ്മബോധം കൈമോശം വന്നില്ല. കുറ്റിപ്പുറം പാലത്തിലൂടെ നിള നാട്ടനൂഴുന്നത് സങ്കല്പിക്കുമ്പോഴും ഉണ്ണിയിരിക്കുന്ന വീടേതെന്ന് ചോദിക്കാൻ വിട്ടുപോയ ഭൂതം വർഷം തോറും അവനെ തേടി അലഞ്ഞ് തിരിയുന്നത് വർണ്ണിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇടശ്ശേരി പുഞ്ചിരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ വാങ്മയം മലയാളിയിൽ ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്നതിൽ അത്ഭുതമില്ല.
ഇടശ്ശേരി കവിത വീണ്ടും വീണ്ടും വായിക്കാൻ അത് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. വലിയ സാഹിത്യാഭിനിവേശം ഉണ്ടായിരുന്ന കൗമാര യൗവനങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ഇടശ്ശേരിയോടുള്ള ആരാധനയ്ക്കുള്ള പ്രധാന കാരണം ആ ആരംഭദശയിൽ എൻ്റെ വിനീതമായ സാഹിത്യ ജീവിതത്തെയും അതുവഴി ജീവിതത്തെ തന്നെയും നിർണയിച്ച 3 കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നതാണ്. വൈലോപ്പിള്ളിക്കും സുഗതകുമാരിക്കും ഒപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് കൂടിയാണ് ഞാൻ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂല്യമണ്ഡലത്തിൻ്റെ അന്ത്യദർശനം നേടാൻ ഭാഗ്യമുണ്ടായ ഒരാൾ എന്ന നിലയിൽ ഒരു എഴുത്തുകാരൻ്റെ ധർമ്മനിഷ്ഠയും മാനവികതയും സാമൂഹ്യ അവബോധവും എത്ര ഉയരത്തിൽ ആയിരിക്കണം എന്ന് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഹരികുമാറും മാധവനും ഡോക്ടർ ദിവാകരനും ആയുള്ള യൗവനാരംഭം തൊട്ട് തന്നെയുള്ള അടുപ്പം ഇടശ്ശേരിയുടെ വ്യക്തിജീവിതത്തിലെ ഒരിക്കലും പിഴവ് വരാത്ത സ്വഭാവദാർഢ്യത്തിൻ്റെയും ആദർശശുദ്ധിയുടെയും ആസ്തികതയുടെയും പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ കവിത എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഇടശ്ശേരിക്ക് ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്നു. പക്ഷേ ഇടശ്ശേരി കവിതയുടെ ഗഹനത അളക്കാൻ എത്രയോ ഗവേഷണ പ്രബന്ധങ്ങൾ മലയാളത്തിലുണ്ടായി. വിശാലമായ മാനവികതയുടെ അതത് കാലത്തെ ജൈവ പ്രതികരണം എന്ന നിലയിൽ ആദ്യകാല കവിതകളിലൂടെ തന്നെ അദ്ദേഹം ദേശീയവാദിയായി. പണിമുടക്കം, ചകിരിക്കുഴികൾ, കുടിയിറക്കൽ, പുത്തൻകലവും അരിവാളും എന്നീ രചനകളിലൂടെ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ആയി. ലോകത്തിൽ ആളുകൾ എവിടെയൊക്കെ കുടിയിറക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ അവരുടെ ചട്ടികൾ പുറത്തെറിയപ്പെടുന്നുണ്ടോ, ആ ഇടങ്ങളെ ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു ഭൂപടം വരയ്ക്കണമെന്നുള്ള അന്തർദേശീയ വീക്ഷണം കുടിയിറക്കൽ എന്ന കവിതയിലൂടെ 3/4 നൂറ്റാണ്ട് മുൻപാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പെങ്ങളുടെയും നെല്ലുകുത്തുകാരി പാറുവിൻ്റെയും ദൈന്യ കഥകൾ എഴുതുക വഴി ആദ്യകാല സ്ത്രീവാദിയായി അദ്ദേഹം. കുറ്റിപ്പുറം പാലം എഴുതുക വഴി വികസനമാത്രമായ പുരോഗമന സങ്കല്പത്തെ അക്കാലത്ത് തന്നെ അദ്ദേഹം സംശയിച്ചു. ഇസ്ലാമിലെ വന്മല പോലെ മലയാളത്തിലെ ഏറ്റവും സവിശേഷമായ മതേതര കാവ്യങ്ങൾ രചിച്ചു. ഭൂതപ്പാട്ടും കാവിലപ്പാട്ടും ഉൾപ്പെടെയുള്ള രചനകളിലെ മൗലികത, ദ്രാവിഡമായ ആദിരൂപങ്ങളുടെ മൗലികതയെക്കുറിച്ചുള്ള ചർച്ചകൾ എത്രയെങ്കിലും ഉണ്ടാക്കി. ഇത്രയും സമഗ്രമായ മാനവികതയ്ക്ക് ഉടമയായിട്ടും താൻ ഏതെങ്കിലും പ്രസ്ഥാനത്തോടോ പ്രത്യയശാസ്ത്രത്തോടോ ബദ്ധനാണെന്ന് ഇടശ്ശേരി അവകാശപ്പെട്ടില്ല. ജീവിതത്തിൽ 3/4 പങ്കും ദരിദ്രനായി ജീവിച്ചിട്ടുള്ള ഇടശ്ശേരി വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾക്ക് ജീവിതത്തെ കൂടുതൽ ജീവത്താക്കുന്നതിനുള്ള കഴിവിനെക്കുറിച്ച് സദാ ബോധവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷഷ്ഠബ്ദപൂർത്തിയുടെ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ആ കവിതകളെ നിരൂപണം ചെയ്തുകൊണ്ട്
ക്രൂരതയാണ് ഇഷ്ടദേവത എന്നൊരു ലേഖനം വായിച്ചതായി ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മാധവൻ അയ്യപ്പത്തായിരുന്നു നിരൂപകൻ എന്നാണ് എൻ്റെ ഊഹം. കാൽപ്പനികതാ സ്പർശമില്ലാത്ത ക്രൂരവും പരുഷവുമായ യാഥാർത്ഥ്യബോധമാണ് ഇടശ്ശേരി കവിതയുടെ മുഖമുദ്ര എന്ന് സ്ഥാപിക്കുന്ന ആ ലേഖനം എനിക്കെക്കാലത്തും വളരെ സാർത്ഥകമായി തോന്നിയിട്ടുണ്ട്. ചങ്ങമ്പുഴയും വള്ളത്തോളും ഉൾപ്പെടെ നിരവധി പേരുടെ കാൽപ്പനികത മലയാളത്തെ ഭരിക്കുന്ന കാലത്താണ് പരുഷമായ ഈ വിമതസ്വരം ഉയരുന്നത്. ഹാ രക്ഷയ്ക്കാത്മധർമ്മം ശരണം, ഇതരമില്ലില്ല മാപ്പെന്ന ഗീരിൻ ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക, പിന്നെയും പിന്നെയും നീ എന്ന് ആഹ്വാനം ചെയ്യുന്ന മാപ്പില്ല എന്ന കിടയറ്റ മുക്തത്തിലും പൂജാപുഷ്പം എന്ന കവിതയിലും ഒക്കെ ഇടശ്ശേരി ക്രൂരത എന്ന തൻ്റെ ഇഷ്ടദേവതയെ ഉപാസിക്കുകയാണ്. ജീവിതമെന്ന പരുഷയാഥാർത്ഥ്യത്തെക്കുറിച്ച് നിരന്തരം പറയുമ്പോഴും പേലവതയുടെ പ്രകാശനങ്ങളും ഇടശ്ശേരി കവിതയിൽ ധാരാളമുണ്ട്. ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്ന് ജീവിതത്തിലെ സുഖ ദുഃഖ സമ്മിശ്രതയെ ഇടശ്ശേരി പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഉണ്ണികൃഷ്ണനോട് അശോകമഞ്ജരി, ഗന്ധർവൻ പാടുമ്പോൾ, ഭൂതപ്പാട്ട് എന്നിങ്ങനെ എത്രയോ കവിതകളിൽ ഇടശ്ശേരി വാത്സല്യത്താലോ പ്രണയത്താലോ തരളിതനാവുന്നുണ്ട്. തൻ്റെ അടിയുറച്ച ആസ്തികതയുടെ കവിതാവൽക്കരണം ഇടശ്ശേരി കവിതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ഇടശ്ശേരിയുടെ ഹിന്ദുമതം ഗാന്ധിജിയുടെ ഹിന്ദുമതമാണ്. ഉപനിഷത്തിൽ തുടങ്ങി ബുദ്ധനിലൂടെയും പുരാണേതിഹാസങ്ങളിലൂടെയും വളർന്ന് ഗാന്ധിജിയിൽ അവസാനിക്കുന്ന ഹിന്ദു മതധാരയിൽ നിന്ന് ഇടശ്ശേരി ഒരുപാട് ഊർജം സംഭരിക്കുന്നു. ഹിന്ദുമതത്തെ ഒരു സെമിറ്റിക് മതമാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ നേരെ എതിർദിശയിലാണ് ഇടശ്ശേരി സഞ്ചരിക്കുന്നത്. മിസ്റ്റിസിസവും കർമ്മോന്മുഖതയും സമ്മേളിക്കുന്ന മലയാളത്തിലെ ഒരു അനന്യമായ കവിതയാണ് അമ്പാടിയിലേക്ക് വീണ്ടും എന്നത്. അഭയം തേടി, ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ എന്നിങ്ങനെ ഒരുപാട് കവിതകൾ ഇത്തരത്തിലുണ്ട്. വളരെ ഋജുവും ലളിതവുമാണ് ഇടശ്ശേരിയുടെ മതേതരത്വം. ഇസ്ലാമിൻ്റെ വന്മലയും, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നീ കവിതകൾ ഇസ്ലാമിൻ്റെ വന്മല, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നീ കവിതകൾ അത് തെളിയിക്കുന്നു. പൊതുവെ നമ്മുടെ എഴുത്തുകാർക്ക് 60 വയസ്സിന് ശേഷം സർഗാത്മകത കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇടശ്ശേരിയുടെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചത്. പ്രായമേറും തോറും അദ്ദേഹത്തിൻ്റെ കവിത കൂടുതൽ പക്വമാവുകയായിരുന്നു. 60-ാം വയസ്സിൽ എഴുതിയ കാവിലപ്പാട്ട് മുതൽ ഒന്നാന്തരം കവിതകളുടെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ് അദ്ദേഹം. അന്ത്യകാല കവിതകളായ ചന്ത പിരിഞ്ഞപ്പോൾ, കടത്തുതോണി എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിലെ തത്വചിന്താനിർഭരമായിരുന്ന ഒരു ശാന്തിപർവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നിലാവുള്ള രാത്രി, ഒരു ഗന്ധർവൻ പാടുന്നു, ഒരു പിടി നെല്ലിക്ക തുടങ്ങി എത്രയോ കവിതകൾ അവസാന നാളുകൾ വരെ പുഷ്കലമായിരുന്ന ഒരു കവിമനസ്സിനെയാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം അവസാനം വരെ സൂക്ഷിച്ചിരുന്ന കാവ്യോർജത്തെ പരിഗണിക്കുമ്പോൾ ഇടശ്ശേരിയുടേത് ഒരു അകാല ചരമമായിരുന്നു എന്ന് വേണം പറയാൻ. ക്രുദ്ധയാഥാർത്ഥ്യങ്ങളുടെ കവിയായ ഇടശ്ശേരി മലയാള കവിത നിലനിൽക്കുമെങ്കിൽ ഇനിയുമേറെക്കാലം പ്രസക്തനായി തുടരും. നമസ്കാരം. ആധുനികതയുമായുള്ള കേരളീയ കവിതയുടെ, മലയാള കവിതയുടെ മുഖാമുഖങ്ങളിൽ ഏറ്റവും സർഗാത്മകവും ഏറ്റവും അനന്യവുമായ
സ്ഥാനങ്ങളിലൊന്നാണ് ഇടശ്ശേരിയുടെ കവിത എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനയെ പ്രചോദിപ്പിച്ച അടിസ്ഥാന മൂല്യങ്ങൾ സംശയരഹിതമായും ആധുനികതയുടെ ഉയർന്ന മൂല്യങ്ങൾ തന്നെയാണ്. മനുഷ്യ സമത്വത്തിൻ്റെ, സാഹോദര്യ ഭാവനയുടെ, സ്നേഹാർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ ലോകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിരന്തരമായ സ്വാധീന ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ശക്തിയുടെ കവി എന്ന് വാഴ്ത്തപ്പെട്ട ഒരാളാണ്. കാൽപ്പനികതയിൽ നിന്ന് പിൽക്കാലത്തെ ആധുനികതാ പ്രസ്ഥാനത്തിലേക്കുള്ള മലയാള കവിതയുടെ സംക്രമണത്തിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും ശക്തിയോടെ, ഏറ്റവും മൗലികതയോടെ കാണുന്ന കവികളിൽ ഒരാൾ ഇടശ്ശേരിയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം അവിടെ വൈലോപ്പിള്ളിയുണ്ട്, NV ഉണ്ട്. NVയും വൈലോപ്പിള്ളിയുമൊക്കെ ഈ പരിവർത്തനത്തിൻ്റെ പല സൂചനകളെ, അതിൻ്റെ സംഘർഷങ്ങളെ നമുക്ക് മുമ്പിൽ തെളിയിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെന്ന മഹോന്നതമായ ആദർശത്തിൽ നിന്ന് ഒരുപക്ഷെ മാനുഷികത എന്നത് ക്ഷുദ്രതയോളം താണു പോകുന്ന ഒരു കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് NV നിങ്ങൾ എലികളോ മാനുഷരോ എന്ന ചോദ്യം വളരെ മുമ്പേ ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ധാരാളം സന്നിഗ്ധതകൾ, ആധുനിക ലോകത്തേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങൾ ജന്മം നൽകുന്ന സന്നിഗ്ധതകൾ ഈ സംക്രമ കവികളൊക്കെ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് പ്രകാശിപ്പിച്ചു. ഇടശ്ശേരി കവിതയുടെ മൗലികമായ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം ഈ സന്നിഗ്ധതകളെ, ഈ പ്രതിസന്ധികളെ ആന്തരികമായ ഒരു സംഘർഷം എന്നതിനേക്കാൾ വിപുലമായ ചരിത്രമാനങ്ങളുള്ള ഒന്നായി ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ് എന്നതാണ്. പോംവഴി പക്ഷേ മറ്റൊന്നായിരുന്നെങ്കിൽ എന്നത് ഈ സന്നിഗ്ധതയുടെ നടുവിൽ നിന്നുകൊണ്ട് വൈലോപ്പിള്ളി ഉയർത്തിയ വലിയ ചോദ്യങ്ങളിലൊന്നാണ്. ഇടശ്ശേരിക്ക് പക്ഷേ മറ്റൊന്നായി തീരേണ്ട പോംവഴിയെക്കുറിച്ചുള്ള വ്യാകുലതകളെക്കാൾ ആ വഴി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള സുനിശ്ചിതമായ ബോധ്യങ്ങൾ മിക്കവാറും ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ബുദ്ധനും നരിയും ഞാനും എന്നൊരു കവിത രൂപപ്പെടുകയും അഹിംസയുടെ പരമമായ പ്രതീകം തന്നെ ഒരു നരിയുടെ വധത്തിന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാവ്യ സന്ദർഭത്തെ ഇടശ്ശേരി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ പല വരികളും മനുഷ്യ മഹത്വത്തിൻ്റെ, മാനുഷികമായ ശക്തിബോധത്തിൻ്റെ ഗാഥകൾ ആയി തെളിഞ്ഞു വന്നത്. കുഴിവെട്ടി മൂടുക വേദനകൾ എന്ന് ആഹ്വാനം ചെയ്യുന്നത് അതുപോലുള്ള നിരവധിയായ ആശയങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ കടന്നു പോകുന്നത് ഈ സന്നിഗ്ധതകളിൽ അദ്ദേഹം കാലിടറി നിൽക്കാത്തതുകൊണ്ടാണ്. എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കാൻ എന്നത് ഒരു കവിതയിലെ ആ കാവ്യ സന്ദർഭമുണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ച് ഇടശ്ശേരി ഉണ്ടാക്കിയെടുത്ത അത്യന്തം സൂക്ഷ്മമായ ഒരു ബോധ്യം തന്നെയാണ്. നിമ്നോന്നതമായ വഴികളിലൂടെ തേരോടിച്ച് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ അതിൻ്റെ സ്വാഭാവികതയായി കണ്ടാണ് ഇടശ്ശേരി ജീവിതത്തിലേക്ക് കവിതയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇടയ്ക്കു കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്നദ്ദേഹം സംശയമില്ലാതെ ചോദിക്കുകയും കണ്ണീരിൻ്റെ ഉപ്പ് കൂടി കലർന്നിട്ടാണ് ജീവിതം മധുരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ, ആഴമേറിയ ഒരു യാഥാർത്ഥ്യ ബോധത്തെ അദ്ദേഹം പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യാവസ്ഥ എന്നത് ഭൂതത്തെ തോൽപ്പിക്കുന്ന മാതൃബലമായിട്ടൊരു ഭാഗത്തും
അംബികയെ നേർചൊല്ലുകെന്നോട് ആ ഇളം പ്രകോഷ്ഠം കമ്പിതമായി ഇലയല്ലി തൻകൊലയ്ക്കായി താഴുകെ എന്ന അമ്മയുടെ വീര്യമായി മറുഭാഗത്തുമൊക്കെ തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാഗത്ത് ഭൂതവും മറുഭാഗത്ത് ദൈവവും മാനുഷികമായ ഇച്ഛയുടെ മുമ്പിൽ, അതിൻ്റെ ബലത്തിനു മുമ്പിൽ വിനീതമാകുന്ന കാഴ്ചകൾ ഇടശ്ശേരിയുടെ കവിതയിൽ ധാരാളമായി നമുക്ക് ഉണ്ട്. ഈ നിലയിൽ ഒരു ഭാഗത്ത് കാൽപ്പനികതയുണ്ടാക്കിയ വർണ്ണശബളമായ ജീവിത ചിത്രങ്ങളിൽ നിന്ന് ജീവിത പാരുഷ്യങ്ങളുടെ, അതിൻ്റെ അവസാനമില്ലാത്ത സംഘർഷങ്ങളുടെ, അതിൻ്റെ സാമൂഹികമായ വൈരുദ്ധ്യങ്ങളുടെ ഒക്കെ ഉൾപ്പടർച്ചകളിലേക്ക് കടന്നു നിൽക്കുന്ന കവിതയെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടശ്ശേരി മലയാള കവിതയിൽ വലിയൊരു സംക്രമത്തിൻ്റെ പ്രതിനിധിയായി മാറിയത്. പക്ഷേ അങ്ങനെ കഴിയുന്ന സമയത്ത് തന്നെ ഇടശ്ശേരി കവിതയിൽ ഈ പിറവിയെടുക്കുന്ന ആധുനികത കൂട്ടിക്കൊണ്ടുവരാനിരിക്കുന്ന വലിയ വിപത്തുകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നാം കാണേണ്ടതുണ്ട്. വരുന്ന ആധുനികതയിൽ എത്രമേൽ മനുഷ്യർ അന്യവൽകൃതമായി തീരുമെന്ന്, എത്രമേൽ സ്ത്രീ ജീവിതം അന്യമായി തീരുമെന്ന്, എത്രമേൽ പ്രകൃതി എന്നത് ഒരു ഉപഭോഗ വസ്തുവായി തീരുമെന്ന് അകമേ തിരിച്ചറിയുന്ന ഒരു കാഴ്ച കൂടി എടശ്ശേരിയിൽ ഉണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ആധുനികതയുടെ വലിയ മൂല്യങ്ങളുടെ, അതിൻ്റെ സമുന്നതമായ ആശയങ്ങളുടെ പ്രതിനിധിയായിരിക്കുക, മറുഭാഗത്ത് ആ വരാനിരിക്കുന്ന ആധുനികത ജന്മം നൽകാനിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ വൈരുദ്ധ്യങ്ങൾക്ക് ഉൾപ്പടർച്ചകളിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുക. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ എഴുതുന്ന വരികളുണ്ടല്ലോ, കുഞ്ഞിനോട് അച്ഛൻ പറയുന്ന വരികളായി തെളിയുന്ന ആ പ്രകൃതി ദർശനം. നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ടിളങ്കിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. കുഞ്ഞിന് കിളിയുടെ വാക്കറിയാം. കിളിയുടെ വാക്കറിയുന്നത് കുഞ്ഞാണ്. അത് പതിയെ പതിയെ നമുക്ക് നാഗരികതയുടെ വളർച്ചയിൽ, വിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ പടവിൽ നഷ്ടപ്പെടുന്ന ഒരു അറിവാണ് എന്നത് ഇടശ്ശേരി കൊണ്ടുവരുന്നുണ്ട്. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അടുത്ത വരിയിൽ അദ്ദേഹം പറയും, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. അതുകൊണ്ട് ഈ പഠിപ്പ് എന്നത് ആധുനികത, നാഗരികത ജന്മം നൽകുന്ന വിജ്ഞാന വ്യവസ്ഥകൾ എന്നത് ആന്തരികമായ വലിയൊരു വിച്ഛേദത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം ഏതോ നിലയിൽ വിളിച്ചു പറയുന്നുണ്ട്. 100 കൊല്ലം മുമ്പ്, അദ്ദേഹം ഇത് എഴുതുന്നതിന് 100 കൊല്ലം മുമ്പ് തന്നെ പ്രകൃതി മനുഷ്യന്റെ അജൈവ ശരീരമാണ് എന്നും പ്രകൃതിയിൽ നിന്ന് വേറിട്ട നിലയിലല്ല, പ്രകൃതിയായി തന്നെയാണ് മനുഷ്യൻ തുടരേണ്ടത് എന്നും മാർക്സ് എഴുതുന്നുണ്ട്. എടശ്ശേരി ഇതൊന്നും വായിച്ചിട്ടല്ല എഴുതുന്നത്. പക്ഷെ ആഴമേറിയ ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തെ ഈ ബോധത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം തുടർന്ന് എഴുതുന്നത്, 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി എന്നാണ്. ആധുനികത പ്രകൃതിയും മനുഷ്യനുമെന്ന വിഭജനമുണ്ടാക്കിയപ്പോൾ മനുഷ്യൻ പ്രകൃതിയെ നോക്കിക്കാണുന്ന, പ്രകൃതി വസ്തുവൽക്കരിക്കപ്പെട്ട ഒരു അപരയാഥാർത്ഥ്യമായി മാറുന്നു എന്നത് ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ പിളർപ്പാണ്. ആ പിളർപ്പിലേക്ക് നോക്കിയാണ് എടശ്ശേരി എഴുതിയത്, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്ന് പാട പോയി കഴിഞ്ഞു നാനാജഗന്മനോരമ്യ ഭാഷ. ഈ നാനാജഗന്മനോരമ്യ ഭാഷ എന്നത് ഒരു ഭാഷയെക്കുറിച്ചല്ല, മറിച്ച് പ്രകൃതിയുമായി നാം പുലർത്തുന്ന പാരസ്പര്യത്തിന്റെ ക്രമത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ എടശ്ശേരി അവിടെ സംസാരിക്കുന്നത്. ഇങ്ങനെ അഗാധമായ ഒരു വൈരുദ്ധ്യത്തെ അതിൻ്റെ പ്രാരംഭ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു. ഇത് വളരെ പ്രത്യക്ഷമായി കുറ്റിപ്പുറമ്പാലം പോലുള്ള കവിതകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ എന്നൊക്കെ അദ്ദേഹം അവിടെ പ്രകടമായി ചോദിക്കുന്നുണ്ട്. ആ പ്രകടമായ ചോദ്യങ്ങളെക്കാൾ ആഴമേറിയ സാന്ദ്രമായ ഒരു
ദാർശനിക ഭാവം കൈവരുന്നത് ഈ പ്രകൃതി മനുഷ്യ ബന്ധത്തിന്റെ പാരസ്പര്യത്തിന്റെ സൂക്ഷ്മാനുഭവത്തിലേക്ക് അദ്ദേഹത്തിന്റെ കവിത സഞ്ചരിക്കുമ്പോഴാണ്. ആ സഞ്ചാരമാണ് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും പോലുള്ള കവിതകളിൽ നാം കാണുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. ഇതുപോലെ തന്നെയാണ് ബിംബിസാറിൻ്റെ ഇടയൻ പോലുള്ള കവിതകളിൽ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വരികളും. സ്ത്രീവാദമൊക്കെ രൂപപ്പെടുന്നതിനും വളരെ മുമ്പേ മാതൃത്വത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന ആശയം എങ്ങനെയാണ് സ്ത്രീ ജീവിതത്തെ വലയം ചെയ്യുന്നത്, സ്ത്രീ ജീവിതത്തിന്റെ ഗഹനതയെ, അതിൻ്റെ മൗലികതയെ ഈ മാതൃത്വം എന്ന ആശയം എങ്ങനെയാണ് ഇരുട്ടിലാഴ്ത്തുന്നത് എന്ന ആശയം ശക്തമായി വരുന്നതിനും എത്രയോ മുമ്പാണ് വാസ്തവത്തിൽ എടശ്ശേരി അത് എഴുതിയത്. അമ്മമാരുടെ മുഗ്ധതകൾക്കിന്ന് അവസ്ഥിതിയുണ്ടോ ഭുവനത്തിൽ, തന്നെ തീറ്റ കൊടുത്തവർ പൊറ്റിയെടുപ്പീലാരാരെ, ആടിനെ ഇടയനെ അരജനെ നീ പെണ്ണാടേ പെറ്റു പല പേരെ, നേടിയതെന്തപവർഗമിതേവരെ നെടുതാം വീർപ്പുകളല്ലാതെ എന്നിങ്ങനെ നെടിയ ഒരു വീർപ്പാണ്, അവസാനമില്ലാത്ത മഹാദുഃഖത്തിന്റെ ഒരു നെടുവീർപ്പാണ് ഈ മാതൃത്വത്തിന്റെ ബാക്കി എന്ന ഒരു സൂചന. ഒരു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ കവിതയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പു വീടാക്കടമേ മമജന്മം എന്നതിൽ നിന്ന് ഒരട്ടി മണ്ണ് എന്ന് പിന്നീട് ആറ്റൂരിന്റെ കവിതയിലേക്ക് ഒരു വഴി തുറന്നു കിടപ്പുണ്ട്, സംക്രമണത്തിലേക്ക് ഒരു വഴി തുറന്നു കിടപ്പുണ്ട് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഭാഗത്ത് ശക്തിയുടെയും സംഘടിത ബോധത്തിന്റെയും അത്യാചാരങ്ങൾക്കും നാടുവാഴിത്തത്തിന്റെയോ മധ്യകാല മതാത്മകതയുടെയോ മൂല്യബോധത്തിനും ഒക്കെ എതിരെ ആധുനികതയുടെ വലിയ ഒരു പ്രതിനിധിയായി നിലക്കൊണ്ട കവിയായിരുന്നു എടശ്ശേരി. പക്ഷെ അങ്ങനെ നിലക്കൊള്ളുമ്പോൾ തന്നെ മർത്യമഹത്വത്തിന്റെ ഗാഥകൾ അദ്ദേഹവും ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ മർത്യമഹിമയുടെ ഗാഥകൾ ആലപിക്കുമ്പോൾ തന്നെ ഈ മർത്യമഹത്വം എന്നത് എങ്ങനെയാണ് ഒരു വലിയ ലോകവീക്ഷണം എന്ന നിലയിൽ നമ്മെ ആഴമേറിയ ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ താൻ ജീവിക്കുന്ന ലോകത്തിന്റെ പുരോഗാമിയായ മൂല്യങ്ങളെ ഒരു ഭാഗത്ത് സ്വാംശീകരിക്കുക, ആ പുരോഗതി ചെന്നുപെടാൻ ഇടയുള്ള സാധ്യതയുള്ള പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതേക്കുറിച്ച് താക്കീതിന്റെ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുക. ഇങ്ങനെ തന്റെ കാലത്ത് ചുവടുറപ്പിച്ച് ഭാവിയുടെ വലിയ പ്രതിസന്ധികളിലേക്ക് കണ്ണു തുറന്നു നിൽക്കുന്ന ഒരു കാവ്യലോകം എടശ്ശേരി കവിതകളിൽ അതിപ്രബലമായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാള കവിതയിലെ സംക്രമ സ്ഥാനത്തെ, കാൽപ്പനികതയിൽ നിന്ന് പിന്നാലെ വരാനിരിക്കുന്ന ആധുനികതാ പ്രസ്ഥാനത്തിലേക്കുള്ള സംക്രമസ്ഥാനത്ത് ഇത്രയും ദീർഘദർശിത്വം ഭാവിയെ സംബന്ധിച്ച് വച്ച് പുലർത്തുന്ന കവിതകൾ നമുക്കേറെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എടശ്ശേരിയുടെ മഹിമ ഈ ഭാവിയിലെ വിപത്സൂചനകളെ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ട് നമ്മോട് വിളിച്ചു പറഞ്ഞതിൽ കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇടശ്ശേരി കവിത സമ്പൂർണ്ണ സമാഹാരം 4 വോള്യമായി പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന വാർത്ത ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. മലയാള കവിതയുടെ ശക്തിദുർഗമാണല്ലോ ഇടശ്ശേരി കവിത. മലയാള കവിത അതിൻ്റെ പരിണാമ ദശയുടെ അനേകം ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്ന് കവിതയുടെ ഈ പുതിയ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
നമുക്ക് ലഭിച്ച വലിയ ഊർജ സ്രോതസ്സുകളിൽ വളരെ പ്രധാനമായ ഒന്നായി ഇടശ്ശേരി കവിതയെ കാണാൻ പ്രയാസമില്ല. മരണാനന്തരവും ഈ കവി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നാം വളരെയധികം ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇടശ്ശേരിയുടെ തത്വശാസ്ത്രം ഇന്നിൻ്റെ കൂടി തത്വശാസ്ത്രമാണ്. നാളെയുടെയും തത്വശാസ്ത്രം അതായിരിക്കും എന്നതായിരിക്കാം ഈ വലിയ സ്വീകാര്യതയ്ക്ക് ആസ്പദം എന്ന് എനിക്ക് തോന്നുന്നു. വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താനൊരാശയം, അതിരുണ്ട് അഴൽ ചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം എന്ന് നമ്മളോട് പറഞ്ഞു തന്ന കവിയാണല്ലോ ഇടശ്ശേരി. ഈ തത്വശാസ്ത്രം, ഈ താത്വികമായ ഈ ഉൾക്കാഴ്ച സാർവകാലിക പ്രസക്തിയുള്ള ഒന്നാണ് എന്ന് നമുക്കറിയാം. ഇടശ്ശേരി കവിത കരുത്തിൻ്റെ പര്യായമായിത്തീരുന്നത് എങ്ങനെയാണ്? കൂർത്ത എഴുത്താണി കൊണ്ട് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ് ഇടശ്ശേരിയുടെ കവിത എന്ന് പ്രൊഫസർ KP ശങ്കരൻ ഒരിക്കൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലളിതവും കോമളവുമായ കാന്തപദാവലികളെ കൊണ്ട് മഞ്ഞണി നിലാവിൽ കുളിച്ചു നിന്ന കവിതയെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കവിയാണ് ഇടശ്ശേരി എന്ന് പൊതുവെ നമുക്കറിയാവുന്ന കാര്യമാണ്. എനിക്കു രസമേ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ എന്ന് പാടിയ കവി ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെപ്പറ്റി തികച്ചും ബോധവാനായിരുന്നു. എന്നാൽ കാൽപ്പനികതയോടുള്ള പൂർണ്ണമായ വിച്ഛേദമായിരുന്നുവോ ഇടശ്ശേരി കവിത? അങ്ങനെ തീർത്തു പറയാനാവില്ല. കാൽപ്പനികതയെ ജീവിതത്തോടും യഥാർത്ഥ ജീവിതത്തോടും രാഷ്ട്രീയ ദർശനത്തോടും കൂട്ടിയിണക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടശ്ശേരിയുടെ വ്യതിരിക്തത എന്നെനിക്ക് തോന്നുന്നു. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത്, ഇതു മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം എന്ന് ആഴത്തിൽ വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള കവി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒട്ടേറെ ഭാവചിത്രങ്ങൾ ഒരുക്കിത്തന്നു. കറുത്ത ചെട്ടിച്ചികളെപ്പോലെ കടന്നുപോകുന്ന കാലവർഷ മേഘങ്ങൾ, കുഞ്ഞനുജനെ പോറ്റുവാൻ വേണ്ടി വഴിതെറ്റിപ്പോയ പെങ്ങൾ, വഴിതെറ്റിപ്പോയി ആർക്കും വേണ്ടാതെയാകുന്ന പെങ്ങൾ, ഉണ്ണിയെ തേടി അലയുന്ന ഭൂതം, മില്ല് വന്നപ്പോൾ ഉപജീവനം മാർഗം മുട്ടിപ്പോയ നെല്ലുകുത്തികാരി പാറു, ഞാനീ കറുത്തൊരു നീരിൽ മുങ്ങി കാണാതെയാകുമ്പോൾ കരയുമോ എന്ന് കുഞ്ഞനുജനോട് ചോദിക്കുന്ന ചേച്ചി, ബോധിച്ചതിൽ എനിക്കെന്തിനയാൾ പിന്നെ വാദിച്ചു നിൽക്കണം എന്നെ കാണാൻ എന്ന് പറയുന്ന അഭിമാനിനിയായ പെൺകുട്ടി,
ഇങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. മാതൃത്വത്തെയും പരിസ്ഥിതി സൗഹൃദത്തെയും എല്ലാം ഇടശ്ശേരി കവിത കാണിച്ചു തന്നു. അമ്മയും പ്രകൃതിയും ഒന്നാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുവാൻ ഇടശ്ശേരി കവിത കാരണമായി തീർന്നു. വീടാക്കടമേ മമജന്മം എന്ന് പറഞ്ഞ് കമ്പിളിപ്പുതപ്പുമായി അമ്മയുടെ മുന്നിലെത്തിയപ്പോൾ പ്രായശ്ചിത്ത വിവശനാകുന്ന പുത്രൻ്റെ മുഖം, അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാം ഒരു അഴുക്കുചാലായി എന്ന് കുറ്റിപ്പുറം പാലത്തിലൂടെ നൂണ്ടുകിടക്കുന്ന പുഴയെക്കുറിച്ച് പരിതപിക്കുന്ന കവി. ഇതൊക്കെ അനേകം അർത്ഥതലങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇടശ്ശേരിയുടെ രാഷ്ട്രീയം മാനവികതയുടെ രാഷ്ട്രീയമാണ്. ദേശീയ പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നു ഇടശ്ശേരി നിലകൊണ്ടത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നിലകൊള്ളുകയും അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന് കോമനെ കൊണ്ട് പറയിക്കുകയും ചെയ്തിരുന്നു. അതിസാരം വന്ന് കുട്ടികൾ ഓരോന്നോരോന്നായി പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞ് വേദനയെ കുഴിച്ചു മൂടുവാൻ, ശക്തിയുടെ കരുത്തിൻ്റെയും മാർഗം കൈക്കൊള്ളുവാൻ ഇടശ്ശേരി നമ്മളെ ഉപദേശിച്ചിരുന്നു. എന്നാൽ കേവലമായ വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമല്ലത്. മറിച്ച് മനുഷ്യൻ്റെ യഥാർത്ഥമായ വിമോചനം, യഥാർത്ഥമായ അഭിവൃദ്ധി, മനുഷ്യൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, മാനവചേതനയുടെ ഉയിർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെയായിരുന്നു ഇടശ്ശേരിയുടെ സ്വപ്നങ്ങൾ. 12 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയ ഇടശ്ശേരി അളകാവലി തൊട്ട് അനേകം കവിതാ സമാഹാരങ്ങൾ, ഒരു 12ഓളം കാവ്യസമാഹാരങ്ങൾ ഇടശ്ശേരിയുടേതായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകൃഷി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ, ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള ഉപന്യാസങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ഇടശ്ശേരിയുടെ സാഹിത്യം. ഇടശ്ശേരിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. മലയാളിയുടെ ജീവിത ബോധത്തെയും അല്ലെങ്കിൽ ജീവിതത്തെയും കാവ്യബോധത്തെയും കുറിച്ച് ആഴത്തിലറിയുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇടശ്ശേരി കവിതകളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അതിനൊരവസരമാണ് ഈ സമ്പൂർണ്ണ സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ഇടശ്ശേരി ഇന്നലെയുടെയോ ഇന്നിൻ്റെയോ മാത്ര കവിയല്ല, നാളെയുടെ കൂടി കവിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേശീയ പ്രസ്ഥാനത്തിൽ മുഴുകി നിന്നപ്പോഴും ദേശീയത അതിൽ ഉൾക്കൊള്ളുന്ന ആപത്ത് തിരിച്ചറിയുവാൻ ഇടശ്ശേരിക്ക് സാധ്യമായിരുന്നു. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിന് ഏതു രാഷ്ട്രക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതിലെന്തുണ്ട് ആർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ?
ഇത് ആരാണ് ഭൂമിയുടെ അവകാശികൾ? കുടിയിറങ്ങുന്നവർക്കോ കുടിയിറക്കപ്പെടുന്നവർക്കോ കുടിയിറക്കുന്നവർക്കോ ഉള്ളതല്ല. ഭൂമിയുടെ അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആ ഒരു വിശ്വമാനവികതാ ബോധമാണ് ഇടശ്ശേരിക്കും ഉണ്ടായിരുന്നതെന്ന് കാണാൻ സാധിക്കും. ബഹിഷ്കൃതരെക്കുറിച്ച്, പാർശ്വവൽകൃതരെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുന്ന ഒരു മനസ്സ് ഇടശ്ശേരി സദാ കൊണ്ടു നടന്നു. അതുകൊണ്ട് തന്നെ ഇടശ്ശേരി കവിത എല്ലാ കാലത്തെയും കവിതയാണ്. ഇടശ്ശേരി കവിത നമ്മുടെ തലമുറ ആഴത്തിൽ വായിച്ച് പഠിക്കുകയും മനനം ചെയ്യുകയും പുതുതലമുറയ്ക്കായി പങ്കിടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം എന്ന നിലയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഭാവുകങ്ങളോട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാള കവിതയിൽ സമാനതകളില്ലാത്ത ഒരിടം തൻ്റെ കവിതകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു കവിയുമാണ് ഇടശ്ശേരി. കാരണം ഇടശ്ശേരി എഴുതിയ കാലഘട്ടത്തിലെ മിക്കവാറും എല്ലാ കവികളും വളരെ കാൽപ്പനികമായി ജീവിതത്തെ സമീപിക്കാൻ താല്പര്യപ്പെട്ടവരാണ്. വൈലോപ്പിള്ളിയുടെ കവിത, അങ്ങനെ അല്ലാത്ത ധാരാളം കവിതകൾ വൈലോപ്പിള്ളിയുടെ കവിതകൾ കൂട്ടത്തിലുണ്ടെങ്കിലും ഇടശ്ശേരി പൂർണ്ണമായിട്ടും മണ്ണിൽ നിന്ന കവിയാണ്. മനുഷ്യജീവിതത്തിൻ്റെ പച്ചപ്പിൽ കാലുറപ്പിച്ച് നിൽക്കാൻ ആഗ്രഹിച്ചൊരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതബോധവും ലോകബോധവും എപ്പോഴും യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ യാഥാർത്ഥ്യം കൊണ്ട് കവിത എഴുതാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കവിത എന്ന് പറയുന്ന സമ്പർക്കത്തിനകത്ത് കാൽപ്പനികതയുടെ അംശങ്ങൾ ഉണ്ടാവണം എന്നൊരു മുൻവിധി നമുക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ മുൻവിധി നിലനിന്നൊരു കാലത്താണ് ഇടശ്ശേരി ഇത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഭാവനാത്മകമായിട്ട് കാണാൻ കഴിയാത്തൊരു കവിയായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു അത്. മണ്ണിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തെ നേരിൽ കാണുകയും ആ നേർക്കാഴ്ചകളെ കവിതകളാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഭൂരിപക്ഷവും നമ്മുടെ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ മാനകങ്ങളായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ്. അത് ആ കവിതകളെ നമ്മൾ മനസ്സിലാക്കാൻ, ആ കാലഘട്ടത്തിലെ മനുഷ്യജീവിതം പഠിക്കാൻ ഉള്ള ഒരു 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 എന്താണ് ഒരു വിജ്ഞാനകോശമായിട്ട് നമുക്ക് ഇടശ്ശേരിയുടെ കവിതകളെ കാണാം എന്നുള്ളതാണ്. ഞാൻ ഇടശ്ശേരിയുടെ പലതരത്തിലുള്ള കവിതകളുണ്ട്. ആ കവിതകളൊക്കെ പറ്റിയിട്ട് ഇടശ്ശേരിയുടെ ഈ ഒരു കവിത്വത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ പറ്റി 2-3 വാക്കുകൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം കാൽപ്പനികതയിലൂടെ സഞ്ചരിച്ച കവിയല്ല, പച്ച ജീവിതം കണ്ട കവിയാണ്. അദ്ദേഹം ദാരിദ്ര്യം, മനുഷ്യൻ്റെ പലതരം ഇല്ലായ്മകൾ, വല്ലായ്മകൾ ഇത് കവിതയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് വാസ്തവത്തിൽ വളരെ അരസികമായ വിഷയങ്ങളാണ് ഇതൊക്കെ. ദാരിദ്ര്യത്തെപ്പറ്റി കവിത എഴുതുക. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ വിഷയം ചകിരിക്കുഴികൾ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഇടശ്ശേരി എഴുതിയ കാവലത്ത് പോലും ഈ ചകിരിക്കുഴികളെ പറ്റിയുള്ള കവിതകൾ എഴുതുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചകിരിക്കുഴിയിൽ എന്ത് കവിതയാണ് ഉള്ളതെന്ന് വിചാരിച്ചിരുന്നൊരു കാലത്താണ്. പക്ഷെ അദ്ദേഹം വെറുതെ യാന്ത്രികമായ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആവിഷ്കാര കൗശലത്തിലാണ് കവിത പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. അസാധാരണമായൊരു ആവിഷ്കാര കൗശലമുള്ള കവിയായിരുന്നു. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും ആവിഷ്കരിച്ച് മനോഹരങ്ങളായ കവിതകളാക്കാൻ കഴിയുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് പോന്നൊരു ഭാഷാസിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഇടശ്ശേരിയുടെ കവിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ കവിതയാക്കാം, പക്ഷേ ആവിഷ്കരണത്തിലുള്ള നിങ്ങളുടെ വൈഭവമാണ് അതിന് കവിത എന്ന പദവി കൊടുക്കുന്നത്. ഇത് തെളിയിച്ചൊരു കവിയാണ് ഇടശ്ശേരി. അദ്ദേഹത്തിൻ്റെ നോക്കൂ, ചകിരിക്കുഴികൾ, പണിമുടക്കം എന്താണ്? മില്ലിലെ തൊഴിലാളിയുടെ ജീവിതമാണ് ചിത്രീകരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാൽപ്പനികതയില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ വൈകാരികത വളരെ ശക്തമാണ്. ആ വൈകാരികത സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വൈകാരികതയാണ്. അതിൻ്റെ ഭാവാത്മക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കണ്ണീരാണ്, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാണ്. പണിമുടക്കം അതിന് ഏറ്റവും മികച്ച ഒരു തെളിവാണ്. ഒരു തുണിമില്ലിലെ പണിമുടക്കമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പണിമുടക്കത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിത കറുത്ത ചെട്ടിച്ചുകൾ, ബുദ്ധനും നരിയും ഞാനും, ഇങ്ങനെ ഉള്ള അല്ലെങ്കിൽ പുത്തങ്കലവും അരിവാളും തുടങ്ങിയ കവിതകളിലൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ പുറകെ പോവുകയാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാണ്, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവാം. അപ്പം പുത്തലങ്കലവും അരിവാളത്തെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വിഷയം അവതരിപ്പിക്കുന്നു. അതിനകത്ത് നമ്മൾ അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ തുടങ്ങിയ വരികളൊക്കെ നമ്മൾ അതിനകത്താണ് വായിക്കുന്നത്. കൃത്യമായി തന്നെ രാഷ്ട്രീയ സ്വഭാവമുള്ള കവിതകളാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കവിയൊന്നും ആയിരുന്നില്ല, പക്ഷേ എൻ്റെ കവിതകൾ, ഞാൻ സ്വാഭാവികമായി എഴുതിപ്പോയ കവിതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണത്തിന് ആയുധമാക്കാവുന്ന രീതിയിലുള്ള കവിതകളായിരുന്നു. കാരണം ജീവിതത്തോടുള്ള ആത്മാർത്ഥതയാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ എഴുതിച്ചത്. അത് സ്വാഭാവികമായി തന്നെ ഒരു വിപ്ലവ സ്വഭാവം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബുദ്ധനും നരിയും ഞാനും, ആ കവിതയിൽ നമുക്കറിയാം അല്ലേ, ഒരു ദരിദ്രനായൊരു ഗൃഹസ്ഥൻ റേഷനരി വാങ്ങിച്ച് അരിയും കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു നരി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ചാടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന ഉപായം, അതിന് സമീപത്ത് ബുദ്ധൻ്റെ ഒരു പഴയ കൽപ്രതിമയുണ്ട്. ഈ പ്രതിമ മറിച്ചിട്ടിട്ട് ആ നരിയെ കൊല്ലുകയാണ്. ഇത് ഒരു ആക്ഷേപഹാസ്യ രചനയാണെന്ന് നമുക്കറിയാം, ഒരു രാഷ്ട്രീയ രചനയാണെന്ന് നമുക്കറിയാം. ഗാന്ധിയനായിരുന്നു അദ്ദേഹം. ആ ഗാന്ധിയൻ ആദർശത്തിൻ്റെ അടിസ്ഥാനം ബൗദ്ധ ദർശനങ്ങളാണ്, അഹിംസയാണ്. പക്ഷെ അഹിംസ കൊണ്ട് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ചില ഘട്ടത്തിൽ നമുക്ക് എന്ത് വേണം, ആ ബുദ്ധൻ്റെ പ്രതിമ മറിച്ചിട്ട് നരിയെ കൊല്ലേണ്ടി വരും, ചിലപ്പോൾ സായുധ വിപ്ലവം വേണ്ടി വരും. അതുകൊണ്ട് ഗാന്ധിയൻ ആദർശങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറമുള്ള സായുധ വിപ്ലവത്തെ ന്യായീകരിക്കുന്നൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മനസ്സ് കേവലം ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് വന്നതല്ല എന്നാണ് എടശ്ശേരി തന്നെ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായൊരു ജീവിതബോധത്തിൽ നിന്നുകൊണ്ട് എഴുതിയതാണ്. അത് പലപ്പോഴും കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ ഉൽപ്പന്നമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. മറ്റൊന്ന് എടശ്ശേരിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, എടശ്ശേരി കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെയും ഭാവനയുടെയും ഒക്കെ മറുപുറം അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങേ വശത്ത് മനോഹരമായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാം, പക്ഷെ അതിന് മറുവശം അങ്ങേയറ്റം ദുഃഖപൂരിതമായിരിക്കാം, അല്ലെങ്കിൽ വൈരൂപ്യം കലർന്നതായിരിക്കും. ഇപ്പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല യാഥാർത്ഥ്യം, അതിനപ്പുറത്ത് കാണുന്ന വൈരൂപ്യം കൂടി നമ്മൾ കാണണം. ഇങ്ങനെ എപ്പോഴും മറുപുറം കാണുന്നൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ജീവിതത്തെ സമഗ്രമായി കാണുക എന്നുള്ളതായിരുന്നു എടശ്ശേരിയുടെ രീതി. അതുകൊണ്ട് അദ്ദേഹം ഇപ്പുറം കാണുമ്പോൾ തന്നെ അപ്പുറത്തെന്ത് എന്നുകൂടി ആലോചിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇതിന് മറ്റേ മികച്ച കവിത ഉദാഹരണമാണ് ചകിരിക്കുഴികൾ. ഈ ചകിരിക്കുഴികൾ എന്ന കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ കയറ് എന്ന് പറഞ്ഞ ലോകപ്രസിദ്ധമായ, മതം പൊട്ടി വരുന്ന ആനയെ കെട്ടാൻ ഈ കയറ് വേണം, കപ്പൽപ്പായ് കെട്ടാൻ ഈ കയറ് വേണം. അങ്ങനെ കയറ് വളരെ ആദർശവൽക്കരിക്കപ്പെട്ടൊരു സാധനമാണ് ചരിത്രത്തിൽ. പക്ഷേ കവി ചോദിക്കുന്നു, ഈ കയറ് പിരിക്കുന്നവൻ്റെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചകിരിക്കുഴികൾ എന്ന കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ്? കാണുവിൻ അഭിനന്ദിക്കുവിൻ ഇന്നുവിൻ ഈ അത്ഭുത മോഹനമക്കരശില്പത്തെ. നിങ്ങളതിൻ്റെ ആ കരകൗശലം എന്ന നിലയിലുള്ള അതിനെ അഭിനന്ദിച്ചോളൂ, പക്ഷേ കാണുവിനൊപ്പം മനുജത നാറിച്ചെയ്യും ചകിരിപ്പടുകുഴിയെ. ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോളൂ, അഭിനന്ദിച്ചോളൂ, ഗംഭീരമെന്ന് പറഞ്ഞോളൂ, പക്ഷെ ഇതിന് മറുവശത്ത് ഒരു മനുജത നാറി ചെയ്യുന്ന ഒരു ചകിരി കുഴികളുമുണ്ട്, അത് നിങ്ങൾ കാണണം. ഇതാണ് അദ്ദേഹം ചകിരിക്കുഴികൾ എന്ന കവിതയിൽ പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കറുത്ത ചെട്ടികൾ എന്ന കവിത, പൊതുവെ മലയാളികൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഗ്രഹവാണിഭത്തിന് വേണ്ടി വരുന്ന ഈ സ്ത്രീകളോട് ഇവിടുത്തെ ഒരു അവജ്ഞയാണ്, ഒരു പുച്ഛമാണ്. ആ കാർമേഘവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം ആണ് ഈ തമിഴ്നാട്ടിലെ ഒന്ന് വാണിഭത്തിന് വരുന്ന സ്ത്രീകൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നു, ഇവരാണ് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടത്തിലും നമുക്ക് പല ഉപകാരങ്ങളും ചെയ്യുന്നത്, അത് മറന്നുകൊണ്ടാണ് നമ്മളിവരെ അപഹസിക്കുന്നത്. കിഴക്ക് നിന്ന് വരുന്ന കാർമേഘങ്ങളാണ് ഇവിടെ മഴ പെയ്യിക്കുന്നത്, കിഴക്കൻ ദേശത്തുനിന്ന് വരുന്ന ഈ ചെട്ടിച്ചികളാണ് നമ്മുടെ ജീവിതത്തെ പലതരത്തിലും സജീവമാക്കുന്നത്. അങ്ങനെ പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ കടന്നു കയറി അതിൻ്റെ സൂക്ഷ്മ യാഥാർത്ഥ്യം കാണാനുള്ളൊരു കഴിവ് എടശ്ശേരി തൻ്റെ കവിതകളിലൂടെ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബുദ്ധനും നരിയും ഞാനും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ,
ബുദ്ധൻ ആശ്ചര്യകരമായൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരു ആദർശമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നരിയെ കൊല്ലണമെങ്കിൽ ഒരു പക്ഷേ ബുദ്ധൻ്റെ പ്രതിമ മറിച്ചിട്ട് നമ്മളതിനെ കൊല്ലേണ്ടി വരും എന്ന് പറയുന്ന അതിൻ്റെ മറുവശം. നിങ്ങൾ അഹിംസ ഇപ്പുറത്തുണ്ട്, പക്ഷേ ശരിയാണ്. പക്ഷെ അപ്പുറത്ത് ജീവിതം അഹിംസയുടെ വഴിയെ മാത്രം മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ഒന്നല്ല എന്ന് പറയുന്ന ഒരാശയം. മറ്റൊന്ന്, നമ്മൾ കെട്ടിപ്പോക്കുന്ന എല്ലാ പുരോഗതിയും അഭിനന്ദന അർഹമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പുരോഗമനം, വികസനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ വികസനത്തിനൊരു മറുപുറമുണ്ട് എന്നുകൂടി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിത കുറ്റിപ്പുറം പാലം അല്ലേ, പാലം വരുന്നു, പരിഷ്കാരം വരുന്നു, കൊള്ളാം, എല്ലാം തരത്തിൽ നല്ലതാണ്. പക്ഷെ അപ്പോഴും കവി മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ്? അമ്പ പേരാറെ നീ ഒരു അഴുക്കുചാലായി മാറിപ്പോമോ എന്ന് വിഷമിക്കുന്നുണ്ട്. അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി. നമ്മളതാണ് ഈ പരിസ്ഥിതി കവിതകളുടെയൊക്കെ ആദ്യ രൂപമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി കവിത എഴുതിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും ഒരു പരിഷ്കാരം വരുമ്പോൾ ഈ പരിഷ്കാരത്തിൽ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് ഭയന്ന ആളാണ്. അത് അദ്ദേഹം മുൻകൂട്ടി കാണുകയാണ്. ഈ എല്ലാ പരിഷ്കാരങ്ങളും വരുന്നു, പാലം വരുന്നു, മനുഷ്യൻ പുരോഗതിയിലേക്ക് പോകുന്നു. പക്ഷേ എത്ര കാലം ഈ പുരോഗതിക്ക് എവിടെയോ വെച്ചൊരു തകരാറില്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഇത് നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്ന കവിതയിലും ഇതേ ആശയം വരുന്നുണ്ട്. നെല്ലുകുത്തുകാരിയായ പാറു, അവളുടെ ജോലി അതാണ്. പക്ഷേ നാട്ടിൽ റൈസ് മില്ല് വരുമ്പോൾ അവൾക്ക് ആ പണി നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ ഓരോ വികസനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും, പുരോഗതിയുടെ ഓരോ ഘട്ടത്തിലും പുറത്തായി പോകുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ പറ്റി ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വ്യാകുലപ്പെട്ടിട്ടുള്ള കവി ഇടശ്ശേരിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം എപ്പോഴും ഈ തമസ്കരിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്നൊരു കവിയാണ്. പൂതപ്പാട്ട് എന്ന കവിതയിൽ വേണമെങ്കിൽ പൂതത്തെ ഒരു വില്ലത്തിയായിട്ട് അവതരിപ്പിക്കാം. പക്ഷേ പൂതത്തെ ആ കവിത വായിച്ചാൽ നമുക്കറിയാം ഒരു ദളിത് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചരിവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതം. പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചരിവിൽ പകൽ സമയത്തൊക്കെ ഒളിച്ചു കഴിയുന്നൊരു സ്ത്രീ. നമ്മുടെ സവർണ സമൂഹത്തിലേക്ക് പകൽ നേരത്ത് ഇറങ്ങി വരാൻ കഴിയാത്തൊരു ഐഡൻറ്റിറ്റിയാണ്. അവളുടെ ഒരു മോഹമാണ് ഒരു കുഞ്ഞിനെ താലോലിക്കുക എന്നുള്ളത്. ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതായത് ആ പൂതത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ കവിക്ക് കഴിയുന്നു. സാധാരണയിൽ ഇങ്ങനൊരു കഥ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂതത്തെ പൂർണ്ണമായിട്ടും ഒരു വില്ലൻ്റെ സ്ഥാനത്ത്, പ്രതിനായികയുടെ സ്ഥാനത്താണ് നിർത്തേണ്ടത്. പക്ഷെ അമ്മയെപ്പോലെ തന്നെ മറ്റൊരു അമ്മയായിട്ടാണ് ഭൂതത്തെ കവിതയിൽ അവതരിപ്പിക്കുന്നത്. എപ്പോഴും നമ്മുടെ സംസ്കാരത്തിനുള്ളിലെ ഇത്തരത്തിലുള്ള ചില മുൻവിധികളെ തകർത്തുകൊണ്ടാണ് എടശ്ശേരി തൻ്റെ കവിതകൾ എഴുതിയിട്ടുള്ളത്. എടശ്ശേരിയുടെ കവിതകളെ പലതരത്തിൽ നമുക്ക് വായിക്കാം. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് എടശ്ശേരി കവിതകൾ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം ജീവിതത്തെ, യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, സൂക്ഷ്മ യാഥാർത്ഥ്യം കാണുമ്പോൾ അതിൻ്റെ മനോഹാരിതകളെ മാത്രമല്ല അതിൻ്റെ വൈരൂപ്യത്തിൻ്റെയും മറുപുറങ്ങളും അദ്ദേഹം അന്വേഷിക്കുന്നു. അങ്ങനെ ജീവിതത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ കണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ച കവി എന്ന നിലയിലാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ എടശ്ശേരിയുടെ സ്ഥാനം എന്ന് ഞാൻ കരുതുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ CV ഗോവിന്ദൻ. ഇടശ്ശേരിയെ കണ്ടവരും കേട്ടവരും കുറഞ്ഞു വരുന്നു. കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് കവിത കൊണ്ടും ജീവിതം കൊണ്ടും സ്ഥാപിച്ച ഇടശ്ശേരിയുമൊത്തുള്ള അനുഭവങ്ങൾ അയവിറക്കുന്നത് ഊർജദായകമാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ഒരു ദിവസം രാവിലെ എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്ന് അച്ഛൻ പറഞ്ഞു, ഈ കത്ത് ഇടശ്ശേരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. കോടതിയിലുള്ള ഏതോ കേസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമായിരുന്നു കത്തിൽ. ഇടശ്ശേരിയുടെ വീട്ടിൽ ചെന്ന്
കത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഇടശ്ശേരി ചോദിച്ചു, എന്താ നിന്റെ കണ്ണിൽ? കണ്ണ് വല്ലാതെ കലങ്ങി വീർത്തിരുന്നു. ഞാൻ എന്തോ പറഞ്ഞു. അദ്ദേഹം എന്നോട് കുറച്ചു നേരം കാത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു. ജാനകി അമ്മയുടെ വക ചായപലഹാരങ്ങളും കിട്ടി. കോടതിയിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടി. ഡോക്ടർ അച്യുതമേനോന്റെ ക്ലിനിക്കിന്റെ മുന്നിൽ എത്തിയപ്പോൾ എന്നോട് പിന്നാലെ വരാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം എന്നെ ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങിത്തന്നു, കൃത്യമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ബസ്സിൽ കയറ്റിവിട്ടു. ബസ്സിന്റെ പണം പോക്കറ്റിൽ ഇട്ട് തരികയും ചെയ്തു. ഇതായിരുന്നു ഇടശ്ശേരി. ഒരാളെ കണ്ടാൽ അപരിചിതനാണെങ്കിൽ പോലും അയാൾക്ക് ഒരു അവശത ഉണ്ടെങ്കിൽ ആ സമയത്ത് വേണ്ടതെല്ലാം ചെയ്യും. അത്തരം ആളുകളെ കണ്ടാൽ ഇഷ്ടം പോലെ ഉപദേശം കൊടുക്കുന്നവരാവും മിക്കവരും. ആസ്പത്രിയുടെയോ ഡോക്ടറുടെയോ പേരും മറ്റും കൊടുത്തു എന്നും വരും. സ്വന്തം ചിലവിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നതായിരുന്നു ഇടശ്ശേരിയുടെ രീതി. അവിടെ വാചകമല്ല, പ്രവർത്തനമാണ് ഇടശ്ശേരിക്ക് പഥ്യം. അന്ന് എന്നോടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഈ കാര്യത്തിൽ ആംഗ്യത്തിലൂടെ മാത്രമായിരുന്നു. കളം നിറഞ്ഞ കരുവിൽ കണ്ണുനട്ടവനെങ്കിലും പുരികക്കൊടിയാൽ രാമൻ ചോദിച്ചു ചെന്ന കാര്യം. ചമ്രം പടിഞ്ഞ് മുട്ടിന്മേൽ വെച്ച പാണിതലത്തിനാൽ പറയാമെന്നായി കണ്ണൻ സുസ്മിതപൂർവകം. പുരികക്കൊടി കൊണ്ടും പാണിതലം കൊണ്ടും നടത്തിയ ആശയപ്രകടനം വാക്കുകളേക്കാൾ ശക്തമാണല്ലോ. പ്രവർത്തനോന്മുഖമായ മനസ്സ് നാവിലൂടെയല്ല, അംഗവിക്ഷേപങ്ങളിലൂടെയാണ് ചലിക്കുക. കഥകളി നടന് വാക്കുകളല്ല, ശരീരമാണ് മാധ്യമം എന്നതിന് ഒരു വൈകാരിക തലം കൂടി ഉണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് കഥകളി കണ്ട ലഹരിയിൽ എഴുതിയ കവിതയാണ് ലവണാസുരവധത്തിലെ ഹനുമാൻ. അടിമുടി ചലനാത്മകമാണ് ആ കവിത. വേണ്ടത് പറഞ്ഞാൽ പോരാ, ചെയ്യുക തന്നെ വേണമെന്നാണ് ഇടശ്ശേരി പ്രവർത്തിച്ചു കാണിച്ചത്. ഏറെയൊന്നും പറയാതെ ഒട്ടേറെ പ്രവർത്തിച്ച ഹനുമാൻ ഇടശ്ശേരിയുടെ ശക്തമായ കാവ്യബിംബമാണ്. ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന ഒരു കവിതയുണ്ട്. സേവന വശീകൃത ചേതനാ സർവസ്വമേ എന്നാണ് അതിലെ സംബോധന. സേവന വശീകൃത ചേതനാ സർവസ്വമേ. കവിക്ക് വേണ്ടത് സേവന മന്ത്രാക്ഷരമാണ്.
സ്വന്തം ബലത്തെ സ്വയം തള്ളും ബലം ഇടശ്ശേരിക്കും ഉണ്ടായിരുന്നു, ഹനുമാൻ എന്ന പോലെ. ദാരിദ്ര്യത്തിലൂടെയാണ് ഇടശ്ശേരി വളരെ കാലം ജീവിച്ചത്. അതുകൊണ്ട് സഹായിക്കുന്നു എന്ന നാട്യമില്ലാതെ അദ്ദേഹം പലരെയും രക്ഷപ്പെടുത്തി. കൃഷ്ണപ്പണിക്കർ വായനശാലയിൽ വെച്ച് ഒരു ചർച്ച നടക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം എന്തിനോ പുറത്തേക്കൊന്ന് പോയി. തിരിച്ചു വരാൻ വൈകിയപ്പോൾ കൂട്ടുകാർ കലമ്പൽ കൂട്ടി. ഇടശ്ശേരി പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ നടപ്പിലാക്കി. റോട്ടിൽ വീണുകിടന്നിരുന്ന ഒരു യാചകനെ അദ്ദേഹം ആശുപത്രിയിലെത്തിച്ചു. കവി രുതിതാനുസാരി ആവണം എന്ന് പറഞ്ഞാൽ പോരാ, അപ്രകാരം പ്രവർത്തിക്കണം എന്നതായിരുന്നു ഇടശ്ശേരിയുടെ ഭാഷ്യം. ഇടശ്ശേരിയുടെ ഒപ്പം വളരെ കാലം നടന്ന ആളാണ് മരിച്ചുപോയ രാമൻ മാഷ്. താൻ ഇടശ്ശേരിയുടെ വളർത്തുമകനാണെന്ന് മാഷ് പലപ്പോഴും അഭിമാനപൂർവം പറഞ്ഞിരുന്നു. അയൽപക്കത്ത് താമസിച്ചിരുന്ന രാമൻ മാഷയുടെ കുടുംബഭാരം തൻ്റെ ചുമലിലാണെന്ന് ആയിരുന്നു ഇടശ്ശേരിയുടെ ഭാവം. ആ രക്ഷാകർതൃത്വം മാഷ് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അക്കാലത്ത് ഇടശ്ശേരി പൊന്നാനിയിൽ പലരുടെയും വീടുകളിലേക്ക് അരിയും സാധനങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നു അത്രേ. എന്നാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് അദ്ദേഹം ജപിക്കുകയും ചെയ്തു. പൊന്നാനി കളരി എന്ന പുസ്തകത്തിൽ മഹാകവി അക്കിത്തം എഴുതുന്നു, പൊന്നാനിയിൽ ചെന്നാൽ മടങ്ങിപ്പോരും വരെ ഒരു പൈസയും എൻ്റെ കീശയിൽ നിന്ന് ചെലവാകരുത് എന്ന് ഇടശ്ശേരിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇടശ്ശേരി പൊന്നാനിയിൽ താമസം തുടങ്ങുമ്പോൾ ആ പ്രദേശം മുഴുവൻ ചകിരിക്കുഴികൾ ആയിരുന്നു. ചീഞ്ഞ ചകിരിയെ സ്വർണശലാഖയ്ക്ക് അവമതി ചേർക്കും തുമ്പുകളാക്കുന്ന കരവിരുത് സ്വായത്തമാക്കിയ ജനങ്ങളുടെ ദുഃഖം കവിയെ വല്ലാതെ ഉലച്ചു. ചീഞ്ഞ ചകിരിയുടെ ദുർഗന്ധം, ചകിരി തല്ലിച്ചതയ്ക്കുന്ന ക്ടോം ക്ടോം എന്ന ശബ്ദം, അവരുടെ നിത്യദാരിദ്ര്യം, ദയനീയമായ ദേഹപ്രകൃതി എന്നിവയെല്ലാം ആ കവിതയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മനുജത ഹാ ചീഞ്ഞളിയുകയത്രേ എന്ന് പരന്ന ഭാഷയിൽ പറഞ്ഞിട്ടും ആ കവിത ശക്തമായത് അനുഭവത്തിൻ്റെ ചൂരും ചുടയും ഉള്ളതുകൊണ്ടാണ്. കവി തന്നെ പറയുന്നു, എനിക്ക് പൊന്നാനി കടലോര പ്രദേശത്ത് പെരുമാറേണ്ടി വന്നപ്പോൾ നടാടെ കാണേണ്ടി വന്ന ദുസ്സഹ ദുഃഖമാണ് ചകിരിക്കുഴിയിലെ ജീവിതങ്ങൾ. മനുജത നാറിച്ചീയും ചകിരി പടുകുഴിയെ കാണുക എന്ന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത് അത് അനുഭവിച്ചതുകൊണ്ടാണ്. ഈ കവിതയിൽ രസവും ധ്വനിയും ഇമേജറിയും ഒന്നും അന്വേഷിക്കേണ്ടതില്ല. ഇവിടെ ജീവിതമുണ്ട്. രുദിതാനുസാരിത, മരണം വരെ ഇടശ്ശേരി വാക്കിലും മൂക്കിലും
നിലനിർത്തി. വിശക്കുന്നവനെപ്പറ്റി പ്രസംഗിക്കാതെ അവൻ്റെ മുന്നിൽ ഇടശ്ശേരി അല്പം അന്നം വിളമ്പി കൊടുത്തു എന്നത് അതിവാദമല്ല. പോസ്റ്റ് മാഷും സർവോദയ പ്രവർത്തകനുമായിരുന്ന സുകുമാരൻ മാഷ് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ കുറച്ച് സ്വത്തും കുറേ അവകാശികളും ഉണ്ടായിരുന്നു. ആർക്കും ഒരാവലാതിയും ഉണ്ടാക്കാതെ ഇടശ്ശേരി അത് ഭാഗിച്ചു കൊടുത്തു. ആരോ കൊടുത്ത ദക്ഷിണ അവിടെ മറന്നു വയ്ക്കുകയും ചെയ്തു. ഇപ്രകാരം ഒരുപാട് അനുഭവങ്ങൾ പൊന്നാനിക്കാർക്ക് അറിയാം. KP രാമനുണ്ണി 1-2 ഇടത്ത് അത് എഴുതിയിട്ടുമുണ്ട്. പൊന്നാനിയുടെ കിഴക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ഇടശ്ശേരി രാവിലെ പടിഞ്ഞാട്ട് കോടതിയിലേക്ക് നടക്കുമായിരുന്നു. വൈകിട്ട് കിഴക്കോട്ട് വീട്ടിലേക്കും. രാവിലെയും വൈകുന്നേരവും സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ പിൻകഴുത്തിൽ കനകാഭിഷേകം നടത്തിയിരിക്കണം. ആ നടത്തത്തിനിടയിൽ അദ്ദേഹം വഴിയിൽ പലരുമായും കുശലപ്രശ്നം നടത്തി. പലരും അദ്ദേഹത്തെ കാത്തുനിന്ന് ജീവിത സമസ്യകൾക്ക് പരിഹാരം തേടി. ഇടശ്ശേരി വഴിയിൽ നിന്ന് കഥാപാത്രങ്ങളെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇസ്ലാമിലെ വന്മലയിലെ അലവിയെ പൊന്നാനി അങ്ങാടിയിൽ നിന്ന് കണ്ടെടുത്തതാവും. പൊന്നാനിയിൽ ഹിന്ദു മുസ്ലിം കലഹം ഉണ്ടായിട്ടില്ല. മസ്ജിദും ആര്യസമാജം ഓഫീസും പരസ്പരം നോക്കി ചിരിച്ചു നിൽക്കുന്നു. അവിടെ വന്ന് തൊപ്പിയിട്ടവരൊക്കെ അന്യനാട്ടുകാരായിരുന്നു. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മനുഷ്യന്റെ കുപ്പായമിട്ട് നടന്നു. ഇടശ്ശേരിയുടെ വരികൾ: 100% ഞാൻ ഒരാര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു. മാപ്പിളെ നീ എന്നലവിയെങ്കിൽ തോളിൽ കൈയിട്ടു നടന്നുകൊള്ളൂ. കാഫിറെന്നെ വിളിച്ചുകൊള്ളൂ, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളൂ. 100% മുസ്ലിം ധർമ്മക്കൂറും പെരുമയും വെച്ച് പോറ്റൂ. നമ്മൾ മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം. കേരളത്തിൻ്റെ വിളർപ്പ് മാറ്റി ചേരട്ടെ വർണ്ണശബളതകൾ. കൂറും പൊരുത്തവുമൊത്ത നമ്മൾ തോളിൽ കൈയിട്ടേ നടന്നുകൂടൂ. തോളിൽ കൈയിട്ട് നടക്കുന്ന മനുഷ്യന്മാർ പൊന്നാനിയിൽ ധാരാളമുണ്ടായിരുന്നു. ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാവട്ടെ. പൊന്നാനിക്കാർക്ക് ഇടശ്ശേരി കവിയായിരുന്നില്ല. മനുഷ്യസ്നേഹിയായ വക്കീൽ ഗുമസ്തനായിരുന്നു. ആളുകൾ ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും സ്വീകരിക്കുമായിരുന്നു. തലമുറയുടെ വിടവ് മൂലം അകന്നുപോയ അച്ഛനെയും മകനെയും കൂട്ടിയിണക്കാൻ മാധ്യസ്ഥ്യത്തിന് ഞാനും എന്നതായിരുന്നു ഇടശ്ശേരിയുടെ പതിവ്. മകന്റെ വാശി എന്ന കവിത ഓർക്കുക. അച്ഛന് സ്വീകാര്യയല്ലാത്ത ഒരു പെൺകുട്ടിയെ മകൻ പ്രേമിക്കുന്നു. ആ വിവാഹ കാര്യത്തിൽ കവി മധ്യസ്ഥനായി വന്നതിനെ പറ്റിയാണ് കവിത. മകൻ കടവനാട് കുട്ടികൃഷ്ണനാണത്രേ. ഇത്തരം
മധ്യസ്ഥതയൊക്കെ ഇടശ്ശേരിക്ക് പതിവ് കാര്യങ്ങളായിരുന്നു. അദ്ദേഹം പൊന്നാനിക്കാരുടെ പൊതുമുതലായിരുന്നു. അവർക്ക് അദ്ദേഹം സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമായിരുന്നു. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഒരു മദ്യപൻ രാത്രി വീട്ടിൽ കയറി വന്നപ്പോൾ ചൂട്ടും കൊടുത്ത് തിരിച്ചയച്ച കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെളിച്ചം തൂകാത്ത ആശയങ്ങളെ പൊട്ടിയാട്ടുക തന്നെ വേണമല്ലോ. കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ സൗഹൃദം ഉപേക്ഷിക്കാൻ ഇടശ്ശേരി സംശയിച്ചതേയില്ല. അഡ്വക്കേറ്റ് KV രാമമേനോന്റെ ഗുമസ്തനായിരുന്നു ഇടശ്ശേരി. രാമമേനോൻ തികഞ്ഞ ഗാന്ധിയനായിരുന്നു. കേസിൽ കളവുണ്ടെന്നറിഞ്ഞാൽ വക്കാലത്ത് മടക്കിക്കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. തൻ്റെ സത്യസന്ധതയെ സംശയിച്ച കക്ഷിക്ക് ഇടശ്ശേരി ആധാരക്കെട്ട് മടക്കിക്കൊടുത്തിട്ടുണ്ട്. രാമമേനോനും ഇടശ്ശേരിയും അന്യോന്യം ഉള്ളറിഞ്ഞവരായിരുന്നു അത്രയും. വക്കീലിൻ്റെ വീട്ടിലായാലും ഓഫീസിലായാലും ഇടശ്ശേരി അവരുടെ മുന്നിൽ ഇരിക്കുമായിരുന്നില്ല. അതിനാൽ കൊളാടി വിഷമിച്ച കഥ കൊളാടി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊളാടിക്ക് ഇടശ്ശേരി ഗുരുതുല്യനായിരുന്നുവല്ലോ. ഗുരു ശിഷ്യന്റെ മുന്നിൽ ഇരിക്കുകയുമില്ല. പൊന്നാനിയിലെ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേദി കൃഷ്ണപ്പണിക്കർ വായനശാല ആയിരുന്നുവല്ലോ. അവിടെ നടന്ന ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും വളർന്നു വന്നവരാണ് ഉറൂബും അക്കിത്തവും കടവനാടനുമൊക്കെ. അത്ര മുൻനിരയിൽ എത്തിയിട്ടില്ലാത്ത വേറെയും പലരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അത്യന്തം കമനീയമേ മഹിതമായാലും മറിച്ചാകിലും തൽഭാവങ്ങൾ എന്നതായിരുന്നു പൊന്നാനിക്കളരിയുടെ പൊതുവായ കാഴ്ചപ്പാട്. മനുഷ്യമഹത്വത്തിൻ്റെ ഇതിഹാസം കുറിച്ച വാങ്മയമാണ് പൊന്നാനിക്കളരിയിൽ നിന്ന് ഉയർന്നത്. ഇടശ്ശേരിയുടെ കോതപ്പാട്ടും ഉറൂബിൻ്റെ വെളുത്ത കുട്ടിയും ഈ പരിപ്രേക്ഷ്യത്തിൽ വായിക്കപ്പെടാവുന്നതാണ്. ഇടശ്ശേരിക്ക് പൊന്നാനിയിൽ ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു. നാടകവും പ്രസംഗവും രാഷ്ട്രീയവുമായി നടന്ന ഗോപാലക്കുറുപ്പ്. എൻ ജീവിതോത്കർഷത്തിൻ വിഷ്കംഭം കുറിച്ച ഗോപാലക്കുറുപ്പ് എന്ന അശ്രുപൂജ എന്ന കവിതയിൽ ഇടശ്ശേരി തന്നെ പറയുന്നു. ഗോപാലക്കുറുപ്പിൻ്റെ നാടകവിദ്യയെപ്പറ്റിയും ഇടശ്ശേരി എഴുതുന്നു. ഒരു നാടകം ഏതാണ്ട് എഴുതി തീർത്തേൻ പിറ്റേന്നത് വായിച്ചു താങ്കൾ. 4-5 നാളിനകം ഗ്രാമീണ വിദ്യാലയം നാടകക്കളരിയായി. നാൾതോറും കളിത്തട്ടായി കൊച്ചു ബെഞ്ചുകൾ നിന്നു. അവയിൽ സതീർത്ഥ്യരോടൊന്നിച്ച് നാട്യകലാ വിവിധ മർമ്മങ്ങളെ താങ്കളിൽ നിന്നും കേൾക്കെ കേരള കലാവേദിതൻ നവോത്ഥാനത്തിൻ്റെ കേളിക്കൈകളിൽ അങ്ങേ കൈത്തഴക്കം ഞാൻ കണ്ടു. കൂട്ടുകൃഷിയടക്കമുള്ള നാടകങ്ങൾ ഇടശ്ശേരിയെ കൊണ്ട് എഴുതിച്ചത് ഗോപാലക്കുറുപ്പായിരുന്നു. കൃഷ്ണവാര്യർ മാഷ് ഇടശ്ശേരിയുടെ കവിതകളുടെ ആദ്യ വായനക്കാരനായിരുന്നു. AV ഹൈസ്കൂളിൽ ഇടശ്ശേരിക്ക് എപ്പോഴും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അത്രേ. ഇടശ്ശേരിയെ അറിഞ്ഞ ഒരു മാവും അവിടെ ഉണ്ടായിരുന്നു. മറ്റെല്ലായിടത്തുമെന്ന പോലെ പൊന്നാനിയിലും
ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങളുടെ വിസ്മയ കാഴ്ചകളിലും ചേറ്റിൽ തന്നെ കഴിയുന്നവരെയാണ് ഇടശ്ശേരി കണ്ടത്. പൊന്നാനി എന്ന കവിത തന്നെ ഉദാഹരണം. ഒരു താമരപ്പൊയ്ക തന്നെയാണ് ഈ പൊന്നാനി. വിരിവൂ വീണ്ടും വീണ്ടും കാഞ്ചനത്തണ്ടാരിതിൽ. പേരുകേട്ടവരാം എഞ്ചിനീയർമാരുടെ, ഡോക്ടർമാരുടെ ഒരു മന്ത്രി തന്നെയും കസേരകൾ അഴക ആവർജിക്കുന്നീ പൂക്കളാൽ. അടിത്തട്ടിൽ കഴിയുന്നവരെ നിങ്ങളെപ്പോഴും ചേറ്റിൽ തന്നെ. അടിത്തട്ടിൽ കഴിയുന്നവരെ നിങ്ങളെപ്പോഴും ചേറ്റിൽ തന്നെ. അവിടെ കിടക്കുന്നവരെയാണ് ഇടശ്ശേരി എപ്പോഴും കണ്ടത്. വള്ളത്തോളിന് പ്രായമായി വന്ന കാലത്ത് വള്ളത്തോളിന് ശേഷം ആര് എന്ന ഒരു ചർച്ച നടന്നിരുന്നു കവികൾക്കിടയിൽ. പല പേരുകളും പറഞ്ഞു കേട്ടു. ഇടശ്ശേരിയുടെ പേര് ആരും സൂചിപ്പിച്ചില്ല. ആരോ ചോദിച്ചപ്പോൾ ഇടശ്ശേരി പറഞ്ഞുവത്രേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞേക്കാം. അത്ഭുതം, അങ്ങനെ തന്നെ സംഭവിച്ചുവല്ലോ. ഹാ മിഴിനീരെ നിൽക്കുക, ഞാൻ ഈ ദീർഘ നദീതട യാത്രക്കാരനെ, മിനുസപ്പെട്ടൊരു സാളഗ്രാമത്തിനെ നോക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം തന്ന വിജുമാഷിനോട് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇടശ്ശേരിയെക്കുറിച്ച്, ആ കവിതകളുടെ ആസ്വാദ്യതകളെക്കുറിച്ച് സംസാരിക്കുവാനുള്ള സന്ദർഭം വളരെ സന്തോഷകരമാണ്. കാരണം സാഹിത്യം എന്ന ബോധത്തിനപ്പുറം ജീവിതത്തിൻ്റെ പാഠങ്ങളാവുന്ന ചില എഴുത്തുകാരുണ്ട്. അങ്ങനെയുള്ള രണ്ടു പേരാണ് ഫിക്ഷനിൽ ഉറൂബും കവിതയിൽ ഇടശ്ശേരിയും. രണ്ടാളും പൊന്നാനിക്കാരെന്നോ കുടുംബക്കാരെന്നോ ഒക്കെയുള്ള സാമ്യമല്ല ഇതിന് പിന്നിൽ. അത്രയധികം ജീവിതവ്യവും പ്രായോഗികവും സത്യസൗന്ദര്യങ്ങളുടെ സമ്മേളനവും അവരുടെ എഴുത്തുകളിലുണ്ട് എന്നതാണ്. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള കവികൾ വേറെ പലരുമുണ്ട്. പക്ഷേ ഇടശ്ശേരിയാണ് എൻ്റെ സ്വന്തം കവി എന്ന് MT പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഹൃദയൈക്യം ഇടശ്ശേരിയോട് തോന്നുന്നത് ആ കവിതകൾ വായിക്കുന്നവരിൽ നിക്ഷേപിക്കപ്പെടുന്ന ജീവിത അവബോധങ്ങളാണ്. നമ്മുടെ ദൈനംദിന അനുഭവങ്ങളിൽ നിന്നോ ജീവിത പരിസരങ്ങളിൽ നിന്നോ ബന്ധങ്ങളുടെ സങ്കീർണതകളിൽ നിന്നോ ഒട്ടും അകലെയല്ല അത്. കവിതയും ജീവിതവും ഒന്നു തന്നെയായിപ്പോയ രാസപരിണാമമാണ്. ദാരിദ്ര്യത്തെയും കവിതയെയും സ്പർശിക്കാതെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഉപന്യസിക്കൂ എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ എൻ്റെ മുഖം മൂകമാകും, ലേഖനം വെള്ളക്കടലാസാകും. ഇത് ഇടശ്ശേരി പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ജീവിതബന്ധം കൊണ്ടാണ് ആ കവിതകൾ സത്യസന്ധമായി തീരുന്നത്. കണ്ണീരാണ് കവിതയെന്ന് പലവരും പാടിയിട്ടുണ്ട് ഇടശ്ശേരി. ഇടശ്ശേരി മാത്രമല്ല, എല്ലാ കാലത്തും കവികൾ ശോകവും ശ്ലോകവും തമ്മിലുള്ള നേർബന്ധം ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. സാമൂഹ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തന്നെ, അഥവാ ഒരു ആവശ്യകതയായി തന്നെ ഒട്ടും സങ്കടമില്ലാതെ ആ കണ്ണീരിനെ സ്വീകരിച്ചു എന്നതാണ് ഇടശ്ശേരിയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന് വെറുതെ പാടിയതല്ല കവി. കണ്ണീർക്കടലിൽ തപ്പി കവികളെടുപ്പൂ മുത്തുകൾ എന്ന തവമതമാട്ടെ തേങ്ങലുദിക്കെ ഗമകമനോഹരമാകാം ഗാനം. ഗാനത്തിൽ തേങ്ങൽ കലരുമ്പോൾ അത് മനോഹരമായി തീരുന്നു എന്നത് അതിൻ്റെ സത്യത്തെ തൊടുന്ന വരികളാണ്. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് വൈലോപ്പിള്ളി പാടിയതും കൂടി
ചേർത്താൽ അത് ആ കാലത്തിൻ്റെ നീതിസാരം തന്നെയായി നമുക്ക് കണക്കാക്കാം. വീടാക്കടമേ മമജന്മം എന്നത് അകമ്പിളർന്നുള്ള ഒരു തേങ്ങലാണ് ഇടശ്ശേരിയിൽ. ഇടശ്ശേരിയുടെ കവിതകളിൽ ആകമാനം പൊതിയുന്ന വിലാപ ശ്രുതിയാണത്. വറ്റാത്ത ആത്മശക്തിയാണ് ഇടശ്ശേരി കവിതയുടെ നട്ടെല്ല്. വായനക്കാർ അസ്ഥിശക്തി തിരിച്ചറിയുന്നു. ഇടശ്ശേരി ഓർമ്മിപ്പിക്കാറുള്ള ഒരു കലാതത്വത്തെക്കുറിച്ച് ഉറൂബിൻ്റെ മകൻ ഇ സുധാകരൻ ഊർമായനം എന്ന് പറയുന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ ഉതകുന്ന ഒരു തലമെങ്കിലും ഏത് കലാരൂപത്തിലും ഉണ്ടാവണമെന്ന് ഇടശ്ശേരി ആഗ്രഹിച്ചിരുന്നു എന്ന് സുധാകരൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം കാണുന്ന വേളയിലാണ് ഇടശ്ശേരി അങ്ങനെ ഒരു അഭിപ്രായം പുറപ്പെടുവിച്ചതായിട്ട് പറയുന്നത്. ഒരു പൂമതി ഉർവിക്കു ചൈത്രമൊന്നു കുറിക്കുവാൻ, ഒരു സങ്കല്പമേ വേണ്ടു ജീവിതങ്ങൾക്കു പൂവിടാൻ എന്ന് ഇടശ്ശേരി പാടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെയും അഭിമാനബോധത്തിൻ്റെയും സ്വരം കേൾക്കാം. അതുതന്നെയാണ് വെറുതെയായിട്ടില്ലെൻ്റെ ചലനമൊന്നും, വെറുങ്ങലിപ്പെന്തെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല, കുനിഞ്ഞെങ്കിൽ ഒരു പുലാവില പെറുക്കാൻ, കുടിച്ചിട്ടുണ്ടൊരു കുണ്ണം കൊഴുത്ത കഞ്ഞി എന്ന് ഇടശ്ശേരിക്ക് പാടാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിലൊരു ആത്മശക്തിയുടെ ഉറവിടം? മനുഷ്യൻ്റെ പ്രാചീനതയോളം അടയാളപ്പെടുത്താവുന്ന മാതൃഭാവം തന്നെയാണത് എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രസാദാത്മകതയെ, പ്രായോഗികതയെ, വറ്റാത്ത ഉൾക്കരുത്തിനെ, വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന ഇച്ഛാശക്തിയെ വജ്രതുല്യമാക്കി നിർത്തുന്നതിലെ നിർണായക ശക്തി മാതൃത്വം തന്നെയാണ്. ബലി എന്ന സങ്കല്പം ഇടശ്ശേരി കവിതയുടെ ഒരു ആന്തരിക ഘടനയിൽ ഒരു പാവു പോലെ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അവിടെ അമ്മ സ്വയം ബലിയാവുകയാണ്. തന്നെ തീറ്റ കൊടുത്തിവൾ പോറ്റിയെടുപ്പിയിൽ ആരാരെ എന്ന് മുലപ്പാലിൽ തുടങ്ങുന്ന ബലി ബിംബിസാറിൻ്റെ ഇടയൻ എന്ന് പറയുന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അത് പിന്നീട് പല കവിതകളിലും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പൂതപ്പാട്ടിൽ, ഈ പറയുന്ന ബിംബിസാറിൻ്റെ ഇടയനിൽ, പെങ്ങളിൽ, പെങ്ങൾ നോക്കുക, പെങ്ങൾ എന്നുള്ള കവിത, പെങ്ങൾ മറ്റൊരു അമ്മ തന്നെയാണ്. പണിമുടക്കം, കാവിലപ്പാട്ടിലും മകനെ ബലിക്കല്ലിൽ വെക്കുന്നത് അമ്മയാണെങ്കിലും യഥാർത്ഥത്തിൽ ബലിയാവുന്നത് അമ്മയാണ്. ദേവീരൂപത്തിലായാലും തായരൂപത്തിലായാലും അമ്മയുടെ ബലിയായിട്ട് കവിതയെ നമ്മൾക്ക് വായിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ത്രൈണത നയിക്കുന്ന ഒരു ഹ്യൂമനിസത്തിൻ്റെ വക്താവാണ് ഇടശ്ശേരി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുതരം ഫെമിനൈൻ ഹ്യൂമനിസം. സാന്ദർഭികമായിട്ട് വീണ്ടും ഉറൂബിലേക്ക് പോവുകയാണ്. ഉറൂബിനെ നയിച്ച ഹ്യൂമനിസത്തിൽ, ഉറൂബ് ആവിഷ്കരിച്ച ഹ്യൂമനിസത്തിലും ഇത്തരത്തിലൊരു സ്ത്രൈണശക്തി തന്നെയാണ് നിർണായകമായത് എന്ന് ആ കൃതികൾ വായിക്കുമ്പോൾ അറിയാം. അസാധാരണ സാമ്യമുള്ള രണ്ട് തരം എഴുത്തുകാരുടെ ഈ എഴുത്തുകൾ ഇവ തമ്മിലൊരു സാമ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരാൾ കവിതയിലാണെങ്കിൽ മറ്റൊരാൾ ഫിക്ഷനിൽ എന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതിരുട്ടിലും മനുഷ്യനെ തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന അചഞ്ചല വിശ്വാസമാണ് ഇടശ്ശേരിയെ എന്നും നയിച്ചിട്ടുള്ളത്. നഖശികാന്തം മനുഷ്യനായ കവി എന്ന് CP ശ്രീധരൻ ഇടശ്ശേരിയെ വിശേഷിപ്പിച്ചതും അതുകൊണ്ടാണ്. കവിയായ മനുഷ്യൻ എന്ന വിശേഷണത്തെക്കാൾ എത്രയോ ഭിന്നമാണ് മനുഷ്യനായ കവി എന്നത്. ആ മാനവികതയെ ഇടശ്ശേരി തൊട്ടത് സ്ത്രീയുടെ കൈകൾ കൊണ്ടാണ്. ആ കാഴ്ചയിൽ നാടും പ്രകൃതിയും സംസ്കാരവും ചരിത്രവും ഒക്കെ സാക്ഷികളായി. അമ്മയും മക്കളും ഉൾപ്പെടുന്ന ഒരു മരുമക്കത്തായ താവഴിയാണ് ഇടശ്ശേരിയുടെ കുടുംബ ചിത്രത്തിലുള്ളത് എന്ന് ഇടശ്ശേരിയുടെ കവിതകളിൽ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അച്ഛൻ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. പാഞ്ഞു പോകും ആനന്ദത്തിൻ മാത്രകളെയൊന്നും പാഴിലാക്കിക്കളയല്ല എന്ന് ഈ കവി വായനക്കാരോട് നിരന്തരം ഉരുവിടുന്നു. അങ്ങനെയുള്ള ഒരു കവിയാണ് മർത്യൻ സുന്ദരനാണ്, കാരണം ഉയർക്കൊള്ളും വികാരങ്ങൾ തൻ നൃത്യത്തിന് മുതിർക്കുവാൻ സ്വയം അണിഞ്ഞിട്ടോരരങ്ങാണവൻ എന്ന സൗന്ദര്യ ദർശനം കവിതയിലൂടെ ആവിഷ്കരിച്ചത്.
ശക്തിയും സൗന്ദര്യവും ഊടും പാവുമായ ആ കവിത സാമൂഹ്യ ജീവിതത്തിൻ്റെ അസൽ പാഠങ്ങളാണ്. അന്തിത്തിരി എന്ന് പറയുന്ന ഒരു കൊച്ചു കവിതയുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അസ്തമിക്കാറായ സൂര്യൻ കടലിലേക്ക് പോവാതെ സമീപമുള്ള വീടിൻ്റെ പൂമുഖത്തെണ്ണയിലേക്ക് കയറി. അവിടെ ഒരു മുത്തശ്ശിയാണ് ഇരിക്കുന്നത്. മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഇന്ന് തല ചായ്ക്കാൻ ഒരിടം തരുമോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയണം, തൂവെളിച്ചത്തിനു വേണ്ടി പാരമ്പര്യത്തെ തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യനെ നിഷേധിക്കുന്നു, സ്ഥലം കൊടുക്കാതെ. തുടർന്ന് തെക്കിനിയിൽ ചെന്ന സൂര്യൻ സുന്ദരിയായ യുവതിയോടും അതേ ചോദ്യം ചോദിക്കുകയാണ്. ജീവിതനാഥനെ കാത്തിരിക്കുന്ന അവൾ നീലനിശീധം വന്നില്ല എങ്കിൽ തൻ്റെ മോഹം സഫലമാവില്ല എന്നറിയിച്ച് സൂര്യനെ മടക്കി അയക്കുന്നു. തളർന്നുപോയ ദേവൻ മർത്യൻ ആശിപ്പത് ഇരുട്ട് മാത്രമാണോ എന്ന് ശങ്കിച്ച് ആ വീടിനെ ഒന്ന് വലം വെച്ച് ഒരു കുഞ്ഞു പെൺകിടാവിൻ്റെ അരികിലെത്തുകയാണ്. അവളോട് ചോദിക്കുന്നു, വിരൽത്തുമ്പാൽ എനിക്കൊരു ആലംബം തരുമോ എന്ന്. അവൾ തൂവെളിച്ചം നിലനിർത്താൻ തൻ്റെ പ്രാണൻ്റെ തിരിയിൽ സ്നേഹത്തിൻ്റെ എണ്ണയൊഴിച്ച് ആ തിരുത്തുമ്പിലൂടെ സൂര്യനെ നടത്തിച്ചു. ഉമ്മറത്തിൽ മുത്തശ്ശിയുടെ അടുത്തും സുമംഗലിയായ യുവതിയുടെ അടുത്തും അന്ത്യത്തിരി കാണിക്കെ അവരതിനെ നമ്ര ശിരസ്കരായി വന്ദിച്ചു. ഉള്ള വെളിച്ചവും ഊതിക്കെടുക്കുന്ന ഭള്ളുമൊരിക്കൽ കുനിയും എന്ന് ഓർമ്മിപ്പിക്കുന്ന കവി ആ വെളിച്ചത്തെയാണ് സ്വീകരിക്കുന്നത്. ലോകം മുഴുവൻ പ്രകാശിക്കുന്ന സൂര്യനെ അന്ത്യത്തിരിയിലെ ദീപനാളത്തിൽ നിറച്ചു നടന്ന ആ പെൺകൈയിലാണ് ജീവിതത്തിൻ്റെ സത്യം ഇടശ്ശേരി ആവിഷ്കരിച്ചത്. ആ വെളിച്ചത്തെയാണ്, ശക്തിയാണ്, സൗന്ദര്യത്തെയാണ് ഇടശ്ശേരി തൻ്റെ കവിതകളിൽ എന്നും നിറച്ചു വെച്ചത്.